ഇവിടെ നല്ലൊരു വലിയ സ്ട്രോങ് ആയ പാറ ഉണ്ട്. ഒന്ന് റോട്ടിലേക്കുള്ള കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ടോൾ പ്ലാസന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഫ്ലാറ്റിന്റെ വശത്ത് ആയിട്ടില്ല. ഈ ഭാഗം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഈ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തതിന് ശേഷം. അപ്പൊ ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. മെട്രോ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലെ അറപ്പുഴ പാലത്തിന്റെ അടുത്താണ്. പാലത്തിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഹൈലൈറ്റ് മാളിന്റെ ആ ഭാഗം വരെയുള്ള പുതിയ അപ്ഡേറ്റ് എന്താ നോക്കാം. കുറെ പേര് കമന്റിലൂടെ അറിയിച്ചിരുന്നു കോഴിക്കോട് ബൈപ്പാസിൽ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. എന്നാൽ മാത്രമാണ് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ടുള്ള യാത്രകൾ. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് ഇവിടെയുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് അറപ്പുഴ പാലം. അറപ്പുഴ പാലത്തിന്റെ താഴ്വശത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ ഇപ്പോ വർക്കുകൾ നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറുകളൊക്കെ കട്ട് ചെയ്തെടുക്കുക. താഴ്വശത്താണെങ്കിൽ സിമെന്റ് കൊണ്ട് പുട്ടിയിട്ട് ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ ഉള്ള കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഭാഗത്തുള്ള മറ്റു ഭാഗത്തെ കാഴ്ചകൾ നോക്കാം. ഇവിടെയാണ് ഒരു പില്ലർ വരുന്നത്. ഈ പില്ലറിന്റെ വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഇതുപോലുള്ള ബോക്സുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത്. പിന്നീട് ഗർഡറുകൾ വരാനുണ്ട്. ഗർഡറിന്റെ വർക്കുകളൊന്നും കാണുന്നില്ല. ഗർഡർ ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ മുൻവശത്ത് ആ ഭാഗത്ത് പുതിയതായിട്ട് മണ്ണിട്ട് നിറച്ച ഒരു ഭാഗങ്ങളൊക്കെ പൊക്കി കൊണ്ടുവരുന്നുണ്ട്. ആ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കാണാനുണ്ട്. ക്രാഷ് ബാരിയർ ഇതുപോലുള്ള കൈവരികൾ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പഴയ പാലാണ്. അതിന്റെ വർക്കുകൾ റീവർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സിമന്റ് കൊണ്ട് പുട്ടിയിട്ട് ഇങ്ങനെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മറ്റു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ എന്താണ് നോക്കാം. പാലത്തിന്റെ താഴ്വശത്തേക്ക് വന്നിട്ടുണ്ട്. പാലത്തിന്റെ താഴ്വശത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഈ കാണുന്നതാണ് പുതിയ പാലം. ഇത് പഴയ പാലം. വീണ്ടും മൂന്നാമതൊരു പാലം കൂടെ ഇവിടെ നിർമ്മിക്കാനുള്ള തുടക്കമാണ്. ഇതാണ് മൂന്നാമത്തെ പാലത്തിന്റെ പില്ലറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇനി ഗർഡറിന്റെ വർക്കുകൾ വരാനുണ്ട്. പഴയ പാലം പൊളിക്കുന്ന ഓരോ വർക്കുകളൊക്കെ നടക്കുന്നത്. ക്രാഷ് ബാരിയർ കൈവരികൾ അതാണ് പൊളിക്കുന്നത്. അത് ഇപ്പം വാഹനങ്ങൾ പോകുന്നില്ല. നമുക്ക് മുകളിൽ പോയാൽ കാണാം. അപ്പൊ ഇതാണ് ഇവിടെ മറ്റുള്ള ഒരു പില്ലർ വന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുകളിൽ ഹൈലൈറ്റ് വരെ പോയി നോക്കാം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് കാണാം പുഴന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിൽ ഇവിടെ ഒരു സർവീസ് റോഡ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. കുറെ പേര് കണ്ടിട്ടുണ്ടാവും. ഒന്നുകൂടെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കണേ. ഇതാണ് ഇവിടേക്കുള്ള ഒരു വഴി. ഇങ്ങനെ അങ്ങോട്ട് പുഴയേക്കുള്ള ഭാഗം ഇതാണ്. അവിടെയാണ് വർക്കുകളൊക്കെ നടക്കുന്നത്. ഇപ്പം പഴയ പാലം അടച്ചു വെച്ചുകൊണ്ട് പുതിയ 3 ലൈനായ പാലത്തിൽ ഒരു സൈഡ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കോഴിക്കോട് ടൗണിന്റെ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒറ്റ ലൈനുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് 2 ലൈനായിട്ട് ഉള്ള ഒരു ഭാഗമുണ്ട്. ബ്ലോക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ പേര് കമന്റുകൾ അറിയിച്ചിരുന്നു. ഇപ്പം ബ്ലോക്ക് ഇല്ല. ചില സമയങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് ഒറ്റ ലൈനായിട്ടാണ് അവിടുന്ന് വരുന്ന വാഹനങ്ങള്. ഇവിടുന്ന് അങ്ങോട്ട് പോവാന് 2 ലൈനായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പം നമുക്ക് ബ്ലോക്കൊന്നും കാണുന്നില്ല. അടിപൊളിയായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മള് പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് നടക്കുന്നത്. ആ ഭാഗത്താണ് വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയാൻ പറ്റൂല. കൂടുതൽ വാഹനങ്ങൾ 3 ലൈനിലും ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒറ്റ ലൈനായിട്ട് മാറുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ബ്ലോക്കുകൾ ഉണ്ട്. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ ടോള് കൊടുത്താണ് ഈ ആളുകളൊക്കെ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന് വേണേൽ പറയാം. ാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒന്ന് സ്ലോ ആവുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും ടോള് കൊടുക്കുന്ന ഒരു റോഡാണിത്.
അപ്പൊ നമ്മൾ പഴയ പാലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പഴയ പാലത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആ റോഡിന്റെ ഭാഗം ഇത്രയും ഭാഗം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കാണ്. അപ്പൊ ഒരാള് ഡ്രൈവർ പറയാണ് ഇത് ശരിക്കും ഒരു കൊള്ളയാണെന്ന്. ശരിയാണ്. കൊടുക്കുന്ന ഒരു റോട്ടിലൂടെയാണ് ഇങ്ങനെ ക്യൂ ഒക്കെ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ പഴയ പാലത്തിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നത്. ക്രാഷ് ബാരിയർ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മള് ഇതിന് മുൻവശത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരപ്പുഴ ഭാഗത്തും ഇതുപോലെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു വീഡിയോ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എല്ലാ വീഡിയോക്കും നിങ്ങൾ കമന്റും ലൈക്കൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തോണ്ട് ഇവിടെ നിറയെ ഇതിന്റെ പൊടിയാണ് കേട്ടോ. ഇത്രയും ഭാഗത്തേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മെഷീൻ എന്തോ വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നു. വർക്കേഴ്സൊക്കെ അതിൻ്റെ അടുത്തുണ്ട്. നല്ല വെയിലാണ്. ഇവിടേക്ക് പോവാ. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് പില്ലർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിട്ട്. ഈ ഭാഗത്താണ് മണ്ണ് കെട്ടി ഉയർത്തി കൊണ്ടുവരുന്നത്. ആ ഭാഗത്തുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഇതാണ് ഈ മെഷീന്. ഈ മെഷീൻ എന്തോ വർക്ക് ചെയ്യുന്നില്ല ഇപ്പം. വർക്കിങ് കഴിഞ്ഞോ അറിയില്ല കേട്ടോ. ഈ ഒരു കയർ ഉപയോഗിച്ചാട്ടോ, ഇത് കയറല്ല, ഇത് ഉപയോഗിച്ചാണ് ഇത് അറുത്തെടുക്കുന്നത്. ഇതാണ് ആ മെഷീന്. ഈ ഒരു കയർ ഉപയോഗിച്ചാണ് റോക്ക് എന്താണ് പറഞ്ഞത്, റോക്ക് വരെ കട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ബെൽറ്റ് ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കും ഇവിടുന്ന്. ഇങ്ങനെയുള്ള വർക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വർക്കേഴ്സൊക്കെ ഉണ്ട്. ഓക്കെയാ? ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനിയില്ല, അടുത്ത് ഈ ഭാഗത്തേക്കാണ്. അത് ചേഞ്ച് ചെയ്യാം, മെഷീൻ ചേഞ്ച്. ये कैसे हटाएगा ये इधर से? अभी इधर कट किया. ഇങ്ങനെ കുറേശ്ശെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ച് ലാസ്റ്റ് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കലാണ്. അതിന് വേണ്ടിയുള്ള ആയിട്ടില്ല. ഈ ഭാഗം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഒരുമിച്ചാണ് അവർ പൊക്കിയെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ വർക്കേഴ്സൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മണ്ണ് കൂട്ടുന്ന ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ 4 പാലങ്ങളാണ് ഇതുപോലെ ഇങ്ങനെ ജോയിൻറ്റിങ് ചെയ്യുന്നത്. ഇത് മറ്റൊന്ന് മാമ്പുഴ പാലം, അറപ്പുഴ പാലം, ഒന്ന് പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല, അതിൻ്റെ അടുത്തുള്ള പാലം തന്നെയാണ്. അങ്ങനെയുള്ള 4 പാലങ്ങൾ ഒരേ സമയത്ത് ഇതുപോലെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഡിസൈനിലാണ് ഇവിടെ ഇത് കൊടുക്കുന്നുണ്ട്. കരിങ്കല്ലാണ് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു പാക്കിങ് ചെയ്ത് ഇങ്ങനെയാണുള്ള ഒരു വർക്കാണ്. നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് വാള് കണ്ടിട്ടുണ്ട്, പിന്നെ ഇത് കണ്ടിട്ടുണ്ട്, എങ്ങനെ കട്ട വെച്ചുള്ള വർക്കുകൾ. അതൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വർക്കുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തുള്ള വർക്കുകളൊക്കെ പോയി നോക്കാം. അതാ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മണ്ണിങ്ങനെ കുറേശ്ശെ ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നത്, മെറ്റൽ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ നെറ്റുകൾ ചെയ്യുന്നു. വീണ്ടും അവർ കൊണ്ടുവന്ന് പടവ് ചെയ്ത് ഉയർത്തി കൊണ്ടുവരുന്ന വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബായിയാണ് ഇതിൻ്റെ സൂപ്പർവൈസർ. അപ്പോൾ ആള് പറയണേ, ഞാൻ ചാനലിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ കേരള ഫോർ യു എന്ന് പറഞ്ഞപ്പോൾ ആള് പറയണേ കേരളത്തിൻ്റെ പേര് മാറ്റിയില്ലേന്ന്. അപ്പോൾ അവരെ മനസ്സിലൊക്കെ കേരളത്തിൻ്റെ പേര് മാറ്റി എന്നാണ് അവർ വിചാരിക്കുന്നത്, കേരളം എന്നാക്കിയില്ലേന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ന്യൂസുകളൊക്കെ നമ്മുടെ നാട്ടിൽ പരന്നിട്ടില്ലെങ്കിലും പുറത്തൊക്കെ അവരെ നാട്ടിലൊക്കെ അവർക്ക് പേര് മാറ്റി എന്നുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുഴേൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു സർവീസ് റോഡ് കൂടെ ഉണ്ട്. ആ ഭാഗത്ത്
ഇനി ഇത് നേരെ നമ്മുടെ ഹൈവേന്റെ ഭാഗം കംപ്ലീറ്റ് ആക്കാനുള്ള വർക്കാണ് വരാനുള്ളത്. അപ്പൊ മണ്ണിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ഭാഗം വരെയാണ് ഈ കരിങ്കല്ല് ഉപയോഗിച്ചുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്, ആ പാലത്തിന്റെ ഭാഗത്തേക്കൊക്കെ അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രഷ് ബാരിയറിന്റെ വർക്കൊക്കെ വരാനുണ്ട്, എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പന്തീരങ്കാവ്, കൊടൽനടക്കാവ്, പനമരം എന്ന ഭാഗത്താണ്. ഇതാണ് മറ്റൊരു വർക്ക് നടക്കുന്ന ഒരു ഭാഗം. ഇവിടെ ക്രഷ് ബാരിയർ ഇങ്ങനെ വെച്ച് വർക്ക് ഇങ്ങനെ കാണാം, അതൊന്നും ചെയ്തിട്ടില്ല. ഇത് സർവീസ് റോഡിന്റെ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ അടച്ചു വച്ചിരിക്കുകയാണ്, വർക്കൊന്നും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. കുറെ മുമ്പ് എന്തോ മണ്ണൊക്കെ എടുത്ത് പോയ പോലെയാണ് കാണുന്നത്. വർക്കൊന്നും കാണുന്നില്ല, വർക്കേഴ്സിനെയും കാണുന്നില്ല. ഏകദേശം ഒരു 2 മാസം 3 മാസം മുന്നേ തന്നെ ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കോഴിക്കോട് ബൈപ്പാസിന്റെ. അന്ന് കണ്ട പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അല്ലേ, ആ പാറക്കെട്ടുകളൊക്കെ അതേപോലെ കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്നും മണ്ണെടുത്ത് ക്ലിയർ ചെയ്തുകൊണ്ട് സർവീസ് റോഡിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്, കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്തിൽ നിന്നുള്ള വേസ്റ്റൊക്കെ എടുത്തു മാറ്റി ക്രഷ് ബാരിയറുകൾ എടുത്തു മാറ്റാനുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വർക്ക് കാഴ്ച. ഇന്ന് നമുക്ക് അടുത്തത് മാമ്പുഴ പാലത്തിൻ്റെ ഭാഗത്താണ്. അവിടെയും ഇതുപോലെ കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്. ടോൾ പ്ലാസൻ്റെ അടുത്ത് അവിടെ പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടാ, വിഷുവൊക്കെ ആയപ്പോഴേക്ക്. ടോൾ പ്ലാസന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. മാമ്പുഴ പാലം കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഇവിടെയാണ് മറ്റൊരു വർക്ക് നടന്നിരുന്ന ഭാഗം. അപ്പൊ ഇവിടെ കോൺക്രീറ്റ് വാളാണ് കെട്ടി ഉയർത്തി കൊണ്ടുവരുന്നത്, അതിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വർക്കുകൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്, നോക്കട്ടെ. ഇവിടെ മെറ്റലുകൾ ഇങ്ങനെ കൊടന്ന് കൂട്ടി കൊടുക്കുന്നത് എന്തൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇതാ ഇതിന്റെ താഴ്വശത്തേക്ക് ഇങ്ങനെ മെറ്റൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഒരു ട്രിപ്പർ വരുന്നുണ്ട് താഴോട്ടാണ്. ഇതെങ്ങനെ നോക്കിയിട്ട് സർവീസ് റോഡിന്റെ ഭാഗത്ത് വരുന്ന ഡ്രൈനേജും വലിയൊരു കോൺക്രീറ്റ് വാൾ പോലെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ വർക്കാണ് ഇവിടെ നടത്തുന്നത്. അതിന്റെ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ മെറ്റല് കൊണ്ട് തട്ടി കൊടുക്കുകയാണ് കാണാൻ നമുക്ക്. അതിങ്ങനെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാണ്. അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു, ആ ഹോട്ടലിന്റെ ഭാഗമൊക്കെ അടച്ചിട്ടുണ്ട്. ഇപ്പം വർക്കൊന്നും നടക്കുന്നില്ല, ഹോട്ടലിലേക്കൊന്നും പോകാനുള്ള വഴിയില്ല. അപ്പൊ നമുക്കിനി പാലത്തിന്റെ ആ ഭാഗത്തൊന്ന് പോയി നോക്കാം. ഈ ഭാഗത്തും ഇങ്ങനെ ഒറ്റ ലൈനായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പകുതി ഭാഗവും ഇങ്ങനെ വർക്ക് നടക്കുന്നതുകൊണ്ട് ടോളിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇങ്ങനെയുള്ള വർക്ക്. ജനങ്ങൾ ശരിക്കും പ്രതിഷേധിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പായ സമയത്ത് പോലും ജനങ്ങൾ പ്രതിഷേധിച്ചില്ല. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ക്ലിയർ ചെയ്ത ഭാഗം അവര് ടാറിങ് ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്, കാണാം. അപ്പൊ നമ്മൾ പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പഴയ പാലം. പഴയ പാലത്തിന്റെ തൊട്ടടുത്ത് തന്നെ പുതിയ പാലം വന്നു. ഇവിടെ ഉണ്ടായിരുന്ന ക്രാഷ് ബാരിയർ കൈവരികൾ, പഴയ കൈവരികളൊക്കെ കട്ട് ചെയ്ത് ഇനി ഇത് ജോയിന്റ് ചെയ്യാനാണ് ഉള്ളത്. അതിന്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി. ആ ഭാഗത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ് ചെയ്യാൻ കുറച്ച് ഭാഗത്തൊക്കെ ഫസ്റ്റ് കോട്ട് ടാറിങ് ഒക്കെ ചെയ്തു. ഇനി ഇവിടെ ജോയിന്റിങ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതുപോലെ മലപ്പുറം ജില്ല ഭാഗത്തൊന്നും ഇങ്ങനെ പഴയ പാലും ഇതുപോലെ പുതിയൊരു പാലം കൊണ്ടുവന്ന് ജോയിന്റ് ചെയ്യുന്ന വർക്കുകളൊന്നും എവിടെയും കണ്ടില്ല. പൊന്നാനി ഭാഗത്ത് ഉണ്ടായിരുന്നു അങ്ങനെ പഴയ പാലം. കൂടാതെ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാനുള്ളത് കുറ്റിപ്പുറം റെയിൽവേന്റെ ഭാഗത്ത്, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യുമോയെന്നറിയില്ല. അവിടെയും പഴയ പാലത്തിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ മറ്റൊന്ന് വരാനുള്ളത് നമ്മുടെ കൂരിയാട് കൂരിയാട് ഭാഗത്തും അങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്തതായി കണ്ടില്ല. അവിടെയും പഴയ പാലം അതുപോലെ നിലനിർത്തി അതിന്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പൊ ടോൾ പ്ലാസന്റെ ഏകദേശം ഫ്രണ്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ടാറിങ് കഴിഞ്ഞ് കാണാം. അപ്പൊ ഈ കാണുന്ന ക്രാഷ് ബാരിയർ ഒക്കെ നല്ല രീതിയിൽ താഴേന്ന് പൈലിംഗ് ഒക്കെ ചെയ്ത് ഉയർത്തി കൊടുന്ന ഭാഗങ്ങളാണ്, കോൺക്രീറ്റ് വാള് ചെയ്ത്. അപ്പൊ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചതുപ്പായ സ്ഥലമാണ്, അതുകൊണ്ട്
അങ്ങനെയാണ് ഇവിടെ ക്രാഷ് ബാരിയറും കോൺക്രീറ്റ് വാലൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും അങ്ങനെയുള്ള വർക്കുകളൊന്നുമില്ല. ഇനി ഇവിടെ ലൈൻ മാർക്കിങ്, ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടെ ടാറിങ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള വർക്കുകൾ, പാലത്തിൻ്റെ ഭാഗത്ത് ഉള്ള ജോയിൻറ്റിങ്, അപ്പോൾ അധികം വർക്കുകളൊന്നും ഇനി വരാനില്ല. ഇനി ഇങ്ങനെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ, ചെറിയ ചെറിയ വർക്കുകൾ, ഫിനിഷിംഗ് ആയിട്ട് ഈ ഇവിടെയുള്ള ക്രാഷ് ബാരിയറുകൾ എടുത്തു മാറ്റുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി വരാനുള്ളത്. ടോൾ പ്ലാസൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെയുള്ള വർക്കാണ്. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട് ടോൾ കൊടുക്കുന്നത്. ആളുകൾ ചിലരൊക്കെ ഇങ്ങനെ പ്രാഗിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരു കാഴ്ച ഇതാണ്. അപ്പോൾ നമുക്കിനി ഹൈലൈറ്റിൻ്റെ ഭാഗത്ത് പോയി നോക്കാം. അവിടെയുള്ള കുറച്ച് മണ്ണ് കൂടി കിടക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കണ്ടിരുന്ന്, അതെന്തായി എന്ന് നോക്കാം. ഈ കാണുന്നത് റോഡിൽ ടെസ്റ്റിങ് നടത്തിയതാണ്. ഇവിടെയും കാണാം ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ് നടത്തിയതാണ്. ടാറിങ്ങിൻ്റെ എത്രത്തോളം ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ് നടത്തിയതാണ്. ഇതാണ് ജോയിൻറ്റിങ് ചെയ്യാനുള്ള ഭാഗം. അപ്പോൾ ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, മെട്രോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് ഹൈലൈറ്റ്. ഇരിങ്ങല്ലൂർ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചായിരുന്നു, വർക്കുകളൊന്നും ചെയ്യാതെ. അപ്പോൾ ഇവിടെ സർവീസ് റോഡിൽ കുറച്ച് ഭാഗത്തുള്ള മണ്ണ് ഇട്ട് നികത്തി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കുകൾ ചെയ്യുന്നത് കാണാം. ഇവിടെ ഒരു കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു ഭാഗമാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഒരു മുൻവശത്താണ് ഒരു വലിയൊരു ഫ്ലാറ്റ് വരുന്നത്. ആ ഫ്ലാറ്റിൻ്റെ ഭാഗത്താണ് മണ്ണെടുത്തിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അതിൻ്റെ താഴ്വശത്ത് ഇങ്ങനെ മണ്ണ് കൂട്ടി കിടക്കുകയെന്ന്. അവിടെ ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പോയി നോക്കാം. ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്യുന്നൊരു വർക്കൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്താ ചെയ്ത് പോയി നോക്കാം. ഇവിടെ വലിയൊരു റാഡ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൈലിംഗ് ഒക്കെ ചെയ്യുന്നത്, പൈലിംഗ് ചെയ്ത് ഉയർത്തി കൊണ്ടുവരികയാണെന്നാണ് തോന്നുന്നത്. ആ ഭാഗത്തു നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരു ഒറ്റ നോട്ടത്തിൽ ഒരുപാട് ഫ്ലാറ്റുകൾ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഫ്ലാറ്റുകളുടെ ഒരു കൂട്ടാണ്. അങ്ങോട്ട് നോക്കിയാലും ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാണാം നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു വലിയ സ്ട്രോങ് ആയ പാറ ഉണ്ട്. ഒന്ന് റോട്ടിലേക്കുള്ള കാഴ്ച അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ വീഡിയോ ചെറുതായിട്ടൊക്കെ ലെങ്ത് കൂടിയേക്കും. നിങ്ങൾ എല്ലാ ഭാഗവും കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് ലെങ്ത് ആയി പോയതേക്കാം. ഫ്ലാറ്റിൻ്റെ മുറ്റത്താനാണ് പൈലിംഗ് ഒക്കെ നടക്കുന്നത്, വർക്കൊക്കെ നടക്കുന്നത്. ഇവിടെ അതിൻ്റെ കമ്പി കെട്ടുന്ന വർക്ക് എല്ലാം നടക്കുന്നുണ്ട്. വർക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ വർക്ക് കഴിഞ്ഞാൽ അറിയുള്ളൂ എങ്ങനെയാണ് ഇവിടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വർക്ക് നടക്കുന്ന ഭാഗം ഇതാണ്. കണ്ടില്ലേ, പൈലിംഗ് നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് റോഡ് വരാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൂടെ ആകുമ്പോൾ ബിൽഡിങ്ങിന് കേടുപാടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈലിംഗ് ഒക്കെ ചെയ്ത് ഉയർത്തി കൊണ്ടുവരുന്നത്. ഇവിടെ താഴ്ഭാഗത്താണ് ഇവർ മണ്ണ് കെട്ട് ഉയർത്തിയൊരു ഭാഗം. കണ്ടില്ലേ, ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് വർക്കുകളൊക്കെ ചെയ്യാൻ. കാട് പിടിച്ച് കിടക്കണേ. ഇവിടെ വലിയൊരു ഹൈറ്റ് കൂടിയൊരു ഭാഗമാണ്. ഇതാണ് ഫ്ലാറ്റിൻ്റെ താഴ്വശത്ത് ഇത്ര അടുത്തൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. റിസ്കി ആയുള്ള ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഹൈലൈറ്റ്. ആ ഭാഗത്ത് ഇവിടെ താഴെ വരെ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള കുറഞ്ഞ ഭാഗത്തുള്ള വർക്കുകളാണ് കംപ്ലീറ്റ് ആക്കാൻ. കുറച്ച് ഭാഗത്തെ പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള കമ്പിയൊക്കെ കെട്ടി ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ മുറ്റാണ് ശരിക്ക്. അപ്പൊ പുതിയ ഹൈവേ വന്നപ്പോ റോഡ് ഇതിന്റെ മുറ്റത്തൂടെ ആയപ്പോ ഇങ്ങനെയൊക്കെയാണ് വർക്കുകൾ വരുന്നത് ഇപ്പം. അപ്പൊ ഇത് സാധാ ഒരു വീടൊക്കെ ആണെങ്കിൽ പൊളിച്ചു മാറ്റി വേഗത്തില് ഇവിടെ വീതി കൂടിയ റോഡ് ഉണ്ടാക്കായിരുന്നു. വലിയ ഫ്ലാറ്റ് ആയതുകൊണ്ട്
ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള ഷീറ്റുകൾ റോൾ ചെയ്ത് എടുക്കുന്ന ഒരു മെഷീനാണത്. ആ മെഷീൻ ഉപയോഗിച്ച് അവര് ഷീറ്റുകൾ റോൾ ചെയ്യാണ്. അപ്പൊ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. സർവീസ് റോഡിന്റെ ഏകദേശമുള്ള വർക്കുകൾ താഴെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. ഇതാണ് നമ്മുടെ അറപ്പുഴ പാലം മുതൽ ഹൈലൈറ്റിന്റെ ഈ ഭാഗം വരെയുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.